അസ്സലാമു അലൈക്കും. ഇപ്പോൾ ബോഗൺവില്ലയിൽ ഇന്നൊരു വെറൈറ്റി ബോഗൺവില്ലയിൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ കണ്ടോ, വൈറ്റിൻ്റെ അകത്തൊരു ഇങ്ങനെ ഏകദേശം ഒരു പർപ്പിൾ കളർ പോലെ ഇത് വിരിഞ്ഞ് വരുന്ന സമയത്ത് പ്യുവർ വൈറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് കളർ ഫ്ലവറാണ്. ഈ ഫ്ലവർ നന്നായി വിരിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വരുമ്പോഴും നല്ല ഭംഗിയുണ്ട്. ഇത് എൻ്റെ അടുത്ത് വന്നൊരു പുതിയതാണ്. ഇത് ഞാനിങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ വിരിഞ്ഞുമ്പോൾ കാണാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മക്കളെല്ലാവരും ഇന്നലെ ടൂർ പോയി വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാളും. ഊട്ടി പോയ ആൾ ഇത് അവിടുന്ന് ക്യാരറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ വെച്ച് അവർ നന്നായിട്ട് ഉറക്കമാണ്. പിന്നെ സ്കൂളിലേക്ക് അവർ പോകുന്നില്ല. അപ്പോൾ ഞാനിന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നേരത്തെ പോകണമല്ലോ. വെള്ളിയാഴ്ച നേരത്തെ ബെല്ലടിക്കും. അപ്പോൾ വേഗം അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അവർക്ക് ചീര ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ ബാക്കിയൊന്നും ഇഷ്ടമല്ല, ഇങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ഒന്ന് ചീര പറിച്ച് അവർക്ക് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പോകണം. 9:15 ആകുമ്പോഴേക്കും സ്കൂളിൽ ബെല്ലടിക്കും. അപ്പോഴേക്കും എത്തണം കേട്ടോ. മറ്റേത് 10:30 ബെല്ലടിക്കുന്ന കാരണം നമുക്ക് സാവകാശം പോയാൽ മതിയായിരുന്നു. ചീരയുടെ ഫസ്റ്റ് നമ്മുടെ മദർ പ്ലാന്റ് ആണിത്. അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ അവിടെ വീണിട്ട് മുളച്ച് ബാക്കിയുള്ള തൈകളാണ് ഇട്ടത്. അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നത് ഇലകൾ. അപ്പോൾ ആ ഒരു ഭാഗത്ത് എപ്പോഴും നിറയെ തൈകളുണ്ടാവും. ആർക്കെങ്കിലുമൊക്കെ വന്നാൽ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതേപോലെ ഉപ്പേരിയും തോരനൊക്കെ വെക്കുകയും ചെയ്യും കേട്ടോ. അതിനിടെ നമ്മുടെ പച്ചമുളക് ഇങ്ങനെ പഴുക്കാനായിട്ടുണ്ട്. ഞാൻ ഒറ്റൊന്നും പൊട്ടിച്ചിട്ടില്ല. 1-2 കോഴി മറിച്ചിട്ടിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിറ്റ് കാരണം 1-2 കൊമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കൊമ്പ് ഒടിഞ്ഞു പോയതായിരുന്നു. എന്നിട്ടിപ്പോൾ പുതിയ നാമ്പ് തളിർത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഓരോ പുതിയ വന്ന നാമ്പിലും പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, നമ്മൾ വേസ്റ്റ് ഇടുന്നു പറഞ്ഞില്ല. ഞാനൊന്നും വേസ്റ്റ് ആക്കാറില്ല. വേസ്റ്റൊക്കെ ഇത് ഓരോ പച്ചക്കറീൻ്റെ ചോട്ടിലിങ്ങനെ കൊണ്ടുപോയി ഇടാൻ ചെയ്യാറ്. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി ഇട്ടതിൽ കുമ്പളവും മത്തനൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ കൊമ്പ് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പച്ചമുളക് നന്നായി കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെയിറ്റ് കാരണം ഒടിഞ്ഞു പോവാണ്. അങ്ങനെ ഒടിഞ്ഞു പോയിട്ട് എടുക്കാമെന്നല്ലാണ്ട് ഞാൻ പച്ചമുളക് അതിൻ്റെ അകത്തുനിന്ന് പൊട്ടിക്കാറില്ല കേട്ടോ. എനിക്ക് വറ്റൽമുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ഒത്തിരി ആയതിൻ്റെ ശേഷം വറ്റൽമുളക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടില്ല, ഒരു കുഞ്ഞു മരമാണ്, പക്ഷെ നിറയെ അതിൻ്റെ അകത്ത് പച്ചമുളക് ഉണ്ടായതുകൊണ്ട് തന്നെ ഒടിഞ്ഞു പോവാണ്. പിന്നെ നമ്മളെ ഫേവറേറ്റ് ജിമിക്കി കമ്മൽ അത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. വിത്തൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. പിന്നെ എൻ്റെ മുറ്റത്തെ ബോഗൺവില്ലയും ചെടികളൊക്കെ. ഇത് ഞാൻ എത്ര വീഡിയോ എടുത്താലും എനിക്ക് മടുപ്പില്ലാത്ത ഒരുപാട് ഇഷ്ടമുള്ളൊരു ഭാഗമാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ. എനിക്ക് എൻ്റെ ഫ്രണ്ട് ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. നിറയെ ഒരുപാട് കളറിൽ ബോഗൺവില്ല ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചീരയൊക്കെ പൊട്ടിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ബട്ടർ മരം അത്യാവശ്യം വലുതായിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുവന്ന ബട്ടർ കുരു കുഴിച്ചിട്ട് ഉണ്ടാക്കിയതായിരുന്നു. ഏകദേശം ഒരു 3 വർഷത്തോളമായി അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മളെ മുരിങ്ങ മരവും അതേപോലെ ഇതേതാ മരം മനസ്സിലായോ, നമ്മൾ കോവയ്ക്ക പടർത്തിയിരിക്കുകയാണ് അവിടെ. ആര്യവേപ്പിൻ്റെ മരത്തിലാണ് കേട്ടോ ഞാൻ ഈ കോവയ്ക്ക പടർത്തിയിരുന്നത്. ആദ്യം ടെറസിൻ്റെ മുകളിലായിരുന്നു. പിന്നെ പുഴു വന്നിട്ട് ഞാനത് വെട്ടിയിട്ടതായിരുന്നു. അപ്പോൾ വീണ്ടും അതിങ്ങനെ പടർന്ന് ഈ ആര്യവേപ്പിലൊക്കെ പടർന്ന് പിടിച്ച് കായൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, അവസാനിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.